നാസർ, ആംനസ്റ്റിയുടെ ഇടപെടൽ UN-നോട് യുദ്ധക്കുറ്റങ്ങളിൽ അമേരിക്കയ്ക്കെതിരെ ഇടപെടാൻ പറയുന്നുണ്ട് ഇറാൻ. ഒപ്പം തന്നെ IRGCയുടെ ഇടപെടൽ വൻ അത്ഭുതങ്ങൾ കാണിക്കും ലോകത്തിന് മുൻപിൽ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതിന്റെ പങ്ക് പറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് IRGC. നിലപാട് കടുപ്പിക്കുകയാണോ ഇറാൻ? വിനീഷ, തീർച്ചയായിട്ടും നേരത്തെയുള്ള പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിൽ നിന്ന് ഒരു നിലയ്ക്കും തങ്ങൾ പുറകോട്ട് പോകുന്നില്ല. കാരണം ഈ നടക്കുന്നത് പൂർണ്ണമായും യുദ്ധക്കുറ്റമാണ്. ഒരു ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അതിൻ്റെ പ്രസിഡന്റാണ് പ്രഖ്യാപിക്കുന്നത് തങ്ങൾ പാലങ്ങൾ തകർക്കും, വൈദ്യുത നിലയങ്ങൾ തകർക്കും. ഏതൊരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലും അന്താരാഷ്ട്ര മര്യാദകൾ പ്രകാരം, അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം പാലിക്കപ്പെടേണ്ട പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആനുകൂല്യം പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം ഫെബ്രുവരി 28-ന് ആദ്യ ദിവസം ആക്രമണം നടന്നപ്പോൾ 180 കുട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കൂളിന് നേരെ ആക്രമണമാണ് ആദ്യം നടന്നത്. തുടർന്ന് 600-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, 60-ലധികം ലൈബ്രറികൾ തകർക്കപ്പെട്ടു, അതോടൊപ്പം തന്നെ മെഡിക്കൽ സെന്ററുകൾ തകർക്കപ്പെട്ടു, നിരവധി റെഡ് ക്രസന്റിന്റെ നിരവധി വളണ്ടിയർമാർ കൊല്ലപ്പെട്ടു. അപ്പം വ്യാപകമായിട്ടുള്ള ഒരു സിവിലിയൻ കുരുതിയിലേക്കാണ് അമേരിക്കയും ഇസ്രായേലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നത്. കൂടുതൽ നശീകരണ സ്വഭാവത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന് പറയുമ്പോൾ അന്തർദേശീയ സമൂഹം അവരുടെ ദൗത്യം എന്ത് എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇനി അവർ ആ ദൗത്യം നിർവഹിക്കുന്നില്ല എങ്കിൽ പോലും ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള അവരുടെ ചെറുത്തുനിൽപ്പുമായിട്ട് അവർ മുന്നോട്ട് പോകും. അത് ഇസ്രായേലിലും അമേരിക്കയിലും മാത്രം പരിമിതമായിരിക്കുകയില്ല. അവരുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം നീളുമെന്ന കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇറാന്റെ സൈനിക ഭാഗത്തു നിന്നും രാഷ്ട്രീയ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച എന്ന ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും അർത്ഥത്തിലൊരു വെടിനിർത്തലിലേക്കോ മറ്റോ കാര്യങ്ങൾ നീങ്ങും എന്ന് പൊതുവെ തന്നെ വിലയിരുത്തപ്പെടുന്നില്ല. കാരണം ആ അർത്ഥത്തിലുള്ള ഒരു മൂർത്തമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല. ചൈനയും റഷ്യയും തുർക്കിയും ഈജിപ്തും ഒക്കെ വളരെ ശക്തമായി തന്നെ ഈ ഒരു വെടിനിർത്തലിന് തങ്ങൾ രംഗത്ത് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് എങ്കിൽ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇറാന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ ഒരു അപ്രമാദിത്വം, തങ്ങളുടെ ഒരു അധീശത്വം ഇറാനുമേൽ വേണമെന്ന് തന്നെ ആണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇറാനും സ്വീകരിക്കുന്നതാണ് നിലവിലുള്ള പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്ന പ്രധാന ഘടകവും. വിനീഷ, ആംനസ്റ്റിയുടെ ഇടപെടൽ അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്? കാരണം വലിയ രീതിയിലുള്ള നേരത്തെ തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം നിർത്താനായി, സമാധാനത്തിനായി, സമ്പൂർണ്ണ സമാധാനത്തിനായി ഇടപെടലുകൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ. അപ്പോൾ ആംനസ്റ്റി കൂടി ഈ രംഗത്തേക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും അമേരിക്കയും ഇസ്രയേലും ആംനസ്റ്റിയുടെ ഇടപെടലിനെ തള്ളിക്കളയുമോ, അല്ലെങ്കിൽ അത് വിലക്കെടുക്കുമോ, മുഖവിലക്കെടുക്കുമോ? ഏത് രീതിയിലായിരിക്കും ആംനസ്റ്റിയുടെ ഒരു ഇടപെടൽ യുദ്ധമേഖലയിൽ ബാധിക്കാൻ പോകുന്നത്? വിനീഷ്, ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ആംനസ്റ്റി ആയാലും UN സമിതികളായാലും UN സെക്രട്ടറി ജനറൽ ആയാലും ഇവർക്കൊക്കെയുള്ള പരിമിതി എന്നത് നമ്മൾ നേരത്തെ 2 വർഷത്തിലധികം നീണ്ട പലസ്തീൻ യുദ്ധത്തിൽ ഗസയ്ക്കെതിരെ നടന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശഹത്യാ ഘട്ടത്തിൽ നമ്മൾ ബോധ്യപ്പെട്ടതാണ്. ഇതൊക്കെയും അവരുടെ പ്രതികരണങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ നിയന്ത്രിച്ചു നിർത്താനോ അവരെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ പലവട്ടം UN രക്ഷാസമിതി യോഗം ചേർന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തി അവർ അതിശക്തമായിട്ടുള്ള ആശങ്ക പ്രകടിപ്പിച്ചു എന്നതല്ലാതെ ഈ ഏറ്റവും ക്രൂരമായിട്ടുള്ള യുദ്ധക്കുരുതികൾ, സ്ത്രീകളെ, കുട്ടികളെ, വയോജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രൂരമായിട്ടുള്ള അവസ്ഥ, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുന്ന, അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രമല്ല ഗൾഫ് മേഖലയ്ക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളും ഗൾഫ് രാജ്യങ്ങൾ അതിൽ അതിശക്തമായിട്ടുള്ള ഉത്കണ്ഠകളും ആശങ്കകളും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും ആംനസ്റ്റി ആവട്ടെ, അതോടൊപ്പം തന്നെ UN ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ആവട്ടെ, മറ്റ് സംവിധാനങ്ങളാവട്ടെ, യൂറോപ്യൻ സമൂഹമാകട്ടെ, ഇവരൊക്കെയും ഒരു പ്രസ്താവനകൾക്കപ്പുറത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ സൈനികമായിട്ടുള്ളൊരു നിലപാട് പ്രഖ്യാപിക്കാനോ ആ അർത്ഥത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ളൊരു നീക്കം മുന്നോട്ട് വെക്കാനുള്ള ഒരു തീരുമാനവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആംനസ്റ്റിയുടെ ഇടപെടൽ എന്നത് ഈ പ്രകോപനപരമായിട്ടുള്ള യുദ്ധക്കുറ്റങ്ങളെ വലിയ തോതിൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ തേർവാഴ്ച അത് അമർച്ച
ചെയ്യേണ്ടതുണ്ട്. ആ നീക്കം കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരവസ്ഥ ഗൾഫ് മേഖലയിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും അതിൻ്റെ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ആംനസ്റ്റിയും UN ഇപ്പോൾ നൽകുന്നത്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് തങ്ങളുടേതായിട്ടുള്ള നീക്കത്തിൽ ഇറാനെ ഒരു ശിലായുഗത്തിലേക്ക് തള്ളിവിടും, അതോടൊപ്പം തന്നെ ഇറാനിൽ നരകം പെയ്തു തീർക്കും എന്നതുൾപ്പെടെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള ഒരു ജനതയെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന, അവരുടെ നൈതികമായിട്ടുള്ള ആവശ്യങ്ങളെ നിരാകരിക്കുന്ന ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളുമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാൻ അമേരിക്കൻ സമൂഹത്തിനോ അല്ലെങ്കിൽ അന്തർദേശീയ സമൂഹത്തിനോ സാധിക്കുന്നില്ല എന്ന നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥ കൂടിയാണ് ഈ സംഘർഷം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിലും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്ക് യു MC നാസർ സമഗ്രമായ റിപ്പോർട്ടിങ്ങിന്.